അങ്ങനെ എന്റെ ബേബിക്ക് ഇന്ന് 2 വയസ്സായി. എല്ലാരും പറയുന്ന ക്ലീഷേ ഡയലോഗ് പോലെ തന്നെ എത്ര പെട്ടെന്ന് ആ 2 കൊല്ലം കഴിഞ്ഞു പോയത് എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ ചെറിയ രീതിയിലെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ വീഡിയോസും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മുടെ സെലിബ്രേഷൻസ് പോകുന്നത് എന്നെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാലോ. അപ്പൊ വെൽക്കം ബാക്ക് ഗൈസ്. ഈ ഒരു ബ്ലാക്ക് ഡ്രസ് ആണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മളെ ബർത്ത്ഡേൻ്റെ ഒരു തീം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ റോസ് ഗോൾഡിന്റെ ആക്സസറീസും കൂടി ഇട്ടപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റിന്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. പുറത്തുണ്ടല്ലോ നല്ല ഹെവി മഴ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കളക്ടർ ഇന്നലെ തന്നെ പറഞ്ഞു അതിതീവ്ര മഴക്കുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പൊ പിന്നെ കളക്ടർ മഴേനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ മഴേന്റെ ഇടയിലൂട്ടെ നമുക്ക് ഈ ബർത്ത്ഡേ പരിപാടി എന്തായാലും അടിപൊളിയാക്കിയിട്ട് എടുക്കണം. ഓറിക്സ് വില്ലേജ് കഫേയിൽ വെച്ചിട്ടാണ് നമ്മുടെ ബർത്ത്ഡേ പരിപാടി. രാവിലെ തൊട്ടേ നല്ല ഹെവി മഴ ആയതുകൊണ്ട് അടമൊത്ത വെള്ളത്തിൽ മുങ്ങീന്. ഹാളിന്റെ അകത്ത് കയറി ഞാൻ ആദ്യം നോക്കിയത് ഈ ഒരു ഡെക്കോറാണ്. അപ്പൊ തന്നെ ഐ വാസ് ഫീൽ ലൈക്ക് ആഹാ അടിപൊളിയായിരുന്നല്ലോ. അപ്പൊ തന്നെ ശ്രീക്ക് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. നാട്ടിലില്ലാന്ന് വെച്ചിട്ട് അതിന്റെ വിഷമം അവന് തോന്നാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എല്ലാ സംഭവവും ഞാൻ അപ്പൊ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഹാളിന്റെ ഒരു ആംബിയൻസും പുറത്തുള്ള നല്ല ഹെവി മഴേന്റെ ക്ലൈമറ്റും എല്ലാം കൂടി നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ഈ വരുന്ന ഈ വണ്ടി ഉണ്ടല്ലോ, ഇതിങ്ങനെ റിവേഴ്സ് അടിച്ച് വരുന്നത് സാവി ബേബിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റും ആയിട്ടാണ്. നമ്മൾ മുമ്പൊരിക്കൽ സൈക്കിൾ വാങ്ങാൻ പോയപ്പോൾ അവിടെ നിന്നൊരു ജീപ്പ് വേണ്ടിയിട്ട് സാവി അതിൽ കയറി എങ്ങനെ ഇറങ്ങുന്നില്ല, കരഞ്ഞലമ്പായി. അപ്പൊ അത് ഞാൻ ശ്രീക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് അവൻ പറയാൻ തുടങ്ങിയതാണ് ജീപ്പ് വാങ്ങുകയെന്ന്. അപ്പൊ പിന്നെ ഞാൻ പ്ലാനിങ്സ് തുടങ്ങി. സെക്കൻഡ് ബർത്ത്ഡേ ജീപ്പ് തീമിലാക്കാം, നമുക്ക് സെറ്റ് ആക്കാം, അടിപൊളിയാക്കാം. അവനത് കൊടുക്കുമ്പോൾ ഹാപ്പി ആവും, നീയും ഉണ്ടാവുമല്ലോ എന്നെല്ലാം ശ്രീനോട് പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ശ്രീക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും സാവി ബേബി ഭയങ്കര ഹാപ്പി ആയി അത് കണ്ടപ്പോൾ. അല്ല, അത് തന്നെയാണല്ലോ നമുക്കും വേണ്ടത്. അവന്റെ ആ ഒരു ഹാപ്പിനെസ് കാണലാണ് നമ്മളെ ലക്ഷ്യം. എൻ്റെ ശ്രീന്റെ ലൈഫിൽ നടന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ സാവിനെ കാണുന്നത്. സാവി വന്നതിന് ശേഷം നമ്മൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ നമ്മളും ഒരു പാരന്റ് ആയ നിലയിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സാവിക്ക് എല്ലാ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് നമ്മൾ രണ്ടാളും ട്രൈ ചെയ്യല്. കാരണം അവനൊന്നിലും സങ്കടപ്പെടാൻ പാടില്ല, ഒന്നിലും ഒരു കുറവ് ഫീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം എപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ തന്നെ നോക്കലുണ്ട്. കുറെ ആൾക്കാരുള്ള ഒരു ഗ്രാൻഡ് ബർത്ത്ഡേ പരിപാടി ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ബർത്ത്ഡേ ആണല്ലോ. പിന്നെ ഇത് മോസിനാണ് സാവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേന്റെ ഷൂട്ടും കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ അവനെ തന്നെ വിളിക്കുന്നത്. ആദ്യം തന്നെ സാവിന്റെ പിക്ക് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ അവനും അടുക്കും. പിന്നെ അവൻ ഫോട്ടോന് ഒരു ലേശം പോലെ നിന്ന് തരില്ല. അവന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ നമ്മളെ മാക്സിമം എഫേർട്ട് ഇടണം. ഇതുപോലെ നമ്മളെ അലറിക്കോവല് കേട്ടിട്ട് നമ്മൾ ടയേർഡായിന്ന് മനസ്സിലായോണ്ടാണോന്ന് അറിയില്ല, അവർ വെൽക്കം ഡ്രിങ്കും കൊണ്ട് വന്നിട്ടുണ്ടായിന്. പൈനാപ്പിൾ ജ്യൂസ് ആണ് ഞാൻ വെൽക്കം ഡ്രിങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായത്. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ സാവിനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുണ്ടല്ലോ, ഇവരെനിക്ക് എന്റെ സിസ്റ്റേഴ്സിന് പോലെയാണ്. അല്ല, പോലെയല്ല, എന്റെ സിസ്റ്റേഴ്സ് തന്നെ. സ്റ്റേജിൽ കയറി ആ കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് എനിക്ക് ശ്രീനെ നല്ലോണം മിസ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഫസ്റ്റ് ബർത്ത്ഡേക്കും ഞാനും സാവി ഒറ്റക്കാണ്. അപ്പൊ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഉണ്ടാവും അവൻ ഉറപ്പ് പറഞ്ഞ്. ഈ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടായിരുന്നെങ്കിലും തോന്നിപ്പോയി. സാവി ഏകദേശം ഒരു 6 മാസം ഉണ്ടാകുമ്പോഴാണ് ശ്രീ ദുബൈയിലേക്ക് പോകുന്നത്. അപ്പൊ പോയപ്പോ തൊട്ട് ശ്രീ 24 മണിക്കൂറും സാവിനെ വീഡിയോ കോളാക്കലും സംസാരിക്കലും അവന്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പകുതിയോളം ടൈമും ഡിസ്കസ് ചെയ്യല്. സാവിനെ അങ്ങനെ ആക്കണം, സാവിനെ ഇങ്ങനെ ആക്കണം, സാവിക്ക് അത് ചെയ്യണം, സാവിക്ക് ഇത് ചെയ്യണം. നമ്മളെ രണ്ടാളും കോൺവെർസേഷനിൽ ഒരു 13-മുക്കാൽ ഭാഗവും മെയിൻ ആയിട്ട് വരുന്നത് സാവിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഇപ്പൊ സാവിക്കായാലും ശ്രീനെ അങ്ങനെ കാണുന്നില്ല എന്ന് വെച്ചിട്ട് അവന്റെ അച്ഛനെ അറിയാണ്ടൊന്നുമില്ല കേട്ടോ. അച്ഛനെ എടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ ചുമരിലുള്ള ഫോട്ടോ കാണിച്ചു തരും, അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് വീഡിയോ കോൾ വിളിക്കുക എന്നുള്ളത് കാണിച്ചു തരും. നേരിൽ കാണുന്നില്ലെങ്കിലും രണ്ടാളും തമ്മിലുള്ള കണക്ഷന് ഒരു മാറ്റമില്ല കേട്ടോ. അമ്മനെയാണോ അച്ഛനാണോ എന്ന് ഇഷ്ടം ചോദിച്ചാൽ അവൻ ആദ്യം പറയൽ അച്ഛനെ ഇഷ്ടം എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബർത്ത്ഡേക്ക് ശ്രീനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വാക്കുകൾ കൊണ്ടൊന്നും അത് പറഞ്ഞു തീർക്കാൻ കഴിയൂല. ജാവിക്കുണ്ടല്ലോ, ആ ജീപ്പ് കണ്ടിട്ടുള്ള അവന്റെ എക്സൈറ്റ്മെന്റ് മാറുന്നേയില്ല. അവൻ ആ ജീപ്പിന്റെ അടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ടായിട്ടില്ല. അതിൽ കയറുന്ന ഡോർ ക്ലോസ് ആക്കുന്ന ഇത് തന്നെ പരിപാടി. പിന്നെ അപ്പോഴേക്കും അതിന്റെ ബാക്കിലെ ലൈറ്റും അങ്ങോട്ട് പൊട്ടിച്ച്. പിന്നെ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നും അല്ല, അതെനിക്ക് ഉറപ്പേനു. കൂടിപ്പോയ ഒരാഴ്ച ഇതിങ്ങനെ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന്. കേക്ക് കട്ടിംഗ് എല്ലാം അങ്ങനെ ഹാപ്പിലി കഴിഞ്ഞിട്ടുണ്ട്. ഈ മാമന്റെ വകയാണ് കേക്ക് ഉണ്ടായത്. ഇനി നമുക്ക് ഫുഡിന്റെ സെക്ഷനിലേക്ക് പോവാം. ആദ്യം ഞാൻ ഇവരെ കുറിച്ച് പറയാം. ഇവരെ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ഒരു കുറവും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു പരിപാടി അടിപൊളിയാവണമെങ്കിൽ അതിന്റെ എല്ലാം അടിപൊളി ആവണല്ലേ. അപ്പൊ ഇതിൽ ഇവരെ കസ്റ്റമർ സർവീസ് ആയാലും ഇവരെ ഫുഡ് ആയാലും ആ ഹോളായാലും അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞിന്. ഇനി നമുക്ക് നേരെ ഫുഡിന്റെ സെക്ഷനിലേക്ക് പോവാം.
ഇതാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഉണ്ടായത്. ഞാൻ പിന്നെ എല്ലായിടത്തും ലേറ്റ് ആയിട്ട് എത്തുന്ന ഒരാളായതുകൊണ്ട് ഹാളിലും നമ്മൾ പറഞ്ഞ ടൈമിനെക്കാട്ടിയും 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത്. അത് ഞാൻ കാരണമൊന്നുമല്ല, മഴ കാരണമാണ് കേട്ടോ. അതുകൊണ്ട് ഫുഡ് കഴിക്കേണ്ട ടൈമും നമ്മൾ നല്ല ലേറ്റ് ആയിന്. പക്ഷെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് തിന്നുമ്പോണ്ടല്ലോ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ കുറ്റം പറയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ആൻറ്റി ഇപ്പോൾ സാവിനെയും കൂട്ടി എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ സാവിക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ അപ്പം പൈസ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാനാണ് ആൻറ്റി പോകുന്നത്. അവൻ ഓൾറെഡി സൈക്കിൾ ഉള്ളതുകൊണ്ട് ഞാൻ ആൻറ്റീൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആൻറ്റി എങ്ങനെയും വിടുന്നുണ്ടായിട്ടില്ല. സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ടേ വിടൂ എന്നുള്ള രീതിയിലാണ് ഉണ്ടായി. ഇനിയിപ്പോൾ പുറത്തുനിന്ന് സാവിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കണം. മഴ ആയതുകൊണ്ട് ഇത്ര ടൈമും ഉള്ളുന്നാണ് എല്ലാം എടുത്തുകൊണ്ടുണ്ടായത്. സാവി ബേബീൻ്റെ ഒരു ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് എൻ്റെ ഏച്ചീൻ്റെ വകയായിരുന്നു. ആളിപ്പോൾ നാട്ടിലില്ല. അങ്ങനെ ഒരുപാട് പേര് ഈ ബർത്ത്ഡേ പരിപാടിക്കില്ല. അവരെല്ലാവരും ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഹാപ്പിയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മളെ ഒരു ഇത്. അതുപോലെ തന്നെ അവൻ്റെ ഫ്യൂച്ചർ ഏറ്റവും ബെസ്റ്റ് ആവണമെന്നും അവനൊരു നല്ല കുട്ടിയായിട്ട് വളരണം എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ വിഷ്. ഇതാണ് സാവി ബേബീന്റെ വലിയേട്ടൻ. സാവിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി 600 റുപ്യെല്ലാം കൂട്ടി വെച്ചിട്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ നിന്നതാണ്. പക്ഷെ കുറെ ഡ്രസ്സ് എടുത്തോണ്ട് ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല. ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ബാക്കി നീ എടുത്തു വെച്ചു എന്ന് പറഞ്ഞു. മനസ്സോടുകൂടിയാണ് അവനത് സമ്മതിച്ചത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഹാപ്പിയിൽ നമ്മൾ സാവിന്റെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ വൈൻഡപ്പ് ചെയ്തു. നിങ്ങൾ ഓരോരുത്തരുടെയും വിഷും അനുഗ്രഹവും എപ്പോഴും എന്റെ ബേബിക്ക് ഉണ്ടാവണം. അപ്പൊ ശരി, ഒരു വലിയ ബില്ല് കിട്ടിയിട്ടുണ്ട്. ഇതും പേ ചെയ്തിട്ട് നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ബൈ ഗൈസ്.